ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. ബത്ലഹേം കുടുംബ യൂണിറ്റ് 5-ാം ദിനം ഉത്രാട ദിനത്തിൽ ഭീകര കളക്ഷനുമായി മുന്നോട്ട് കുതിക്കുകയാണ്. ഇതിനോടകം തന്നെ കഴിഞ്ഞ 4 ദിനങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ കളക്ഷൻ സിനിമ നേടിയിരിക്കുകയാണ്. അതായത് ഇന്ന് ചൊവ്വാഴ്ച ദിനമാണ്, ഉത്രാടൻ ദിനമാണ്. ഞായറാഴ്ച നേടിയ കളക്ഷനേക്കാൾ കൂടുതൽ കളക്ഷനിലേക്ക് എത്തുന്നു. തിങ്കളാഴ്ച നേടിയ കളക്ഷനേക്കാൾ കൂടുതൽ എത്തിയിരിക്കുന്നു. അപ്പോൾ അതൊന്ന് പരിശോധിക്കാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക കൂടെ ചെയ്യുകയാണ്. എന്തായാലും നിങ്ങൾ നിവിൻ പോളി ഫാൻസ് ആണെങ്കിൽ കട്ട സപ്പോർട്ട് വേണം. നമ്മൾ കൂടുതൽ വീഡിയോസുമായി വരും. ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം, ഇന്ന് ഷോ കൗണ്ടുകൾ കൂടുന്ന കാര്യമാണ്. ഇതിനോടകം തന്നെ 4,15,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു എന്ന് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നു. അതിൻ്റെയൊക്കെ ഏറെ മുകളിലാണ് ടിക്കറ്റുകളുടെ വിൽപ്പന എന്ന് നമുക്കറിയാം. ഇതുവരെ തിയേറ്റർ ഓക്യുപ്പൻസിയായി 78% ആളുകൾ കണ്ടു എന്നാണ് പറയുന്നത്. 2,077-ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതും. ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന ആ ഒരു പ്രീസെയിൽ ഇന്ന് ട്രാക്ക്ഡ് കളക്ഷനിലേക്ക് നോക്കാം. 7,02,00,000 രൂപയാണ് സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ മാത്രമായി ലഭിച്ചിരിക്കുന്നത്. അവിടെ ട്രാക്കിംഗ് കളക്ഷൻ മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ശരിക്കുമുള്ള ഗ്രോസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ഇന്നലെ ട്രാക്കിംഗ് കളക്ഷനായി വന്നത് 6,54,00,000 രൂപയാണ്. അതായത് ഞായറാഴ്ച 6,88,00,000 രൂപയാണ്. അന്നാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 7,47,00,000 രൂപ നമുക്ക് ലഭിച്ചതായിട്ട് ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിൽ പുറത്തു വന്നത്. ആ ഒരു കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ സിനിമ 7 കോടിക്ക് മുകളിലെത്തിയിരിക്കുന്നു. അതായത് ആ ഒരു കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ സിനിമയ്ക്ക് 7,60,65,00,000 രൂപ ഇതിനോടകം തന്നെ എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് വിറ്റുപോയത് 4,13,000-ഓളം ടിക്കറ്റുകളാണെങ്കിൽ ഇപ്പോൾ 4,15,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുകയും ചെയ്യുകയാണ്. അതായത് സമീപകാലത്തൊന്നുമില്ലാത്ത തരത്തിൽ, ഒരു സിനിമയ്ക്കും ഇല്ലാത്ത ലെവലിൽ, തുടക്കം പോലെയുള്ള സിനിമയ്ക്കൊക്കെ മുകളിലേക്ക്, എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെയൊക്കെ മുകളിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു നിവിൻ പോളി ചിത്രത്തിന് 100 കോടി ആണ്, അല്ലെങ്കിൽ 100 കോടി ഇന്ന് അടിക്കുമെന്ന് പറയുമ്പോൾ പലർക്കും അത് തള്ളുകണക്കായി തോന്നുകയാണെങ്കിൽ, ഇതിനു മുമ്പൊക്കെ നേടിയ പല സിനിമകളും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിവിൻ പോളിക്ക് ഒരു 100 കോടി അടിക്കുമ്പോൾ എന്താണ് അത്രയും ബുദ്ധിമുട്ട്? ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട്, വളരെ നമുക്ക് കൃത്യമായ രീതിയിൽ ലിമിറ്റഡ് തിയേറ്ററുകൾ വെച്ചിട്ട് അത്രയും ഗംഭീരമായിട്ടുള്ള തിയേറ്റർ ഒക്യുപ്പൻസിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ സിനിമ അത്ര വേഗത്തിലേക്ക് 100 കോടിയിലേക്ക് എത്തുന്നതാണ്. അതായത് 4 ദിനങ്ങൾ കൊണ്ട് സിനിമ നേടിയത് 81 കോടി എന്നുള്ളതാണ് കണക്കുകൾ പുറത്തു വരുന്നത്. അതായത് ഇന്ന് 5-ാം ദിനത്തിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും സിനിമ നാളെ കൊണ്ട് 100 കോടിയിലേക്ക് എത്തും. ഇന്ന് പ്രീസെയിൽ കൊണ്ട് തന്നെ, അതായത് നാളത്തെ പ്രീസെയിൽ കൊണ്ട് തന്നെ സിനിമ 100 കോടി ടച്ച് ചെയ്യും ഇന്ന് തന്നെ എന്നാണ് എടുത്ത് പറയാനുള്ളത്. ആ കണക്കുകളിലേക്കൊന്ന് ഉറ്റുനോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കണക്കുകൾ പ്രകാരം സിനിമ 7,60,00,000 രൂപയോളമാണ് നേടിയിരിക്കുന്നത്. അതായത് ഇനിയും മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ സിനിമയ്ക്ക് 8 കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നുള്ളത്, നമ്മൾ ആവറേജ് 8 കോടി എടുത്താൽ പോലും, അതായത് 89 കോടിയിലേക്ക് സിനിമ കേരള ബോക്സ് ഓഫീസ് വെച്ച് ഇന്നത്തെ കളക്ഷൻ എത്തുകയാണ്. ഇനി വേണ്ട 11 കോടിയാണ് 100 കോടിയിലേക്കുള്ളത്. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നു ഏകദേശം 8 കോടി തന്നെ കൂട്ടുകയാണെങ്കിൽ, അതായത് ഇന്നത്തെ കളക്ഷൻ 16 കോടി എന്നുള്ളത്, അതായത് കഴിഞ്ഞ ദിവസം 16 കോടി തന്നെയാണ് സിനിമയ്ക്ക് വന്നത്. അതിന് മുകളിലേക്കുള്ള കളക്ഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് റേഞ്ചിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാ സ്ഥലങ്ങളിലും തിയേറ്ററിൻ്റെ കൗണ്ടുകൾ കൂട്ടുന്നു. USA പോലും അത്രത്തോളം ഷോ കൗണ്ടുകൾ കൂട്ടുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും 96 കോടിയോളം സിനിമ ഇന്നുകൊണ്ട് കളക്ട് ചെയ്യപ്പെടും. നാളത്തെ കളക്ഷൻ പ്രീസെയിലൂടെ വന്നിരിക്കുന്ന കണക്കുകളിലേക്ക് നോക്കാം. 6-ാം ദിനം ബുധനാഴ്ച തിരുവോണ നാളിൽ നമുക്ക് വെളുപ്പിനെ 6 മണിക്ക് ഷോകൾ തുടങ്ങുന്നു എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം തന്നെ വന്നു. ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് 1,424 ഷോകളാണ്. 1,61,000 ടിക്കറ്റുകളാണ് വിറ്റുപോയതായി വന്നിരിക്കുന്നത്. ഇന്ന് ഇതുവരെ, അതായത് വൈകുന്നേരം 7 മണി വരെ വന്നിരിക്കുന്ന പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ 2,86,00,000 രൂപ വന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പ്രീസെയിൽ 4-4.5 കോടിക്ക് മുകളിലായിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായും സിനിമ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തോടെ 100 കോടി എത്തും. ഏകദേശം 98-99 കോടി വരെ ഇങ്ങനെയൊരു കണക്കിൽ തന്നെ വരുന്നു. തീർച്ചയായും അതിൻ്റെ മുകളിലേക്ക് വരുന്നു. ഈ ഒരു 2,86,00,000 രൂപ വെച്ച് എത്തുമ്പോൾ തീർച്ചയായും ഇന്ന് തന്നെ സിനിമ 100 കോടിയിലേക്ക് എത്തും. അതായത് നാളത്തെ പ്രീസെയിൽ കൂടെ കൂട്ടിക്കഴിയുമ്പോൾ, അങ്ങനെ നോക്കുകയാണെങ്കിൽ 6-ാം ദിനം ഈ ഒരു സിനിമ 100 കോടിയിലേക്ക് എത്തുകയാണ്. എന്താണ് നിവിൻ പോളിയുടെ അന്യായമായിട്ടുള്ള ഒരു പൊട്ടൻഷ്യലാണ് നമുക്ക് കാണാനുള്ളത്. ഒരു ഹേറ്റേഴ്സ് ഇല്ലാത്ത നടൻ എന്നുള്ളത് തന്നെയാണ് എടുത്ത് ഹൈലൈറ്റ് ആയി പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ ആളിക്കത്താൻ തുടങ്ങിയാൽ അത് അതിൻ്റെ മുകളിലേക്ക് എത്തും. ഇനി നമുക്ക് കുറച്ച് കളക്ഷൻ
ഡീറ്റെയിലേക്ക് വരാം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 ദിവസങ്ങൾ കൊണ്ട് 18 കോടി 32 ലക്ഷം രൂപ നേടിയ ചിത്രം 4-ാം ദിനം കൊണ്ട് നേടിയത് 25 കോടിക്ക് മുകളിലാണ്. ഇന്ന് ഇതുവരെയുള്ള ആ ഒരു കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രാക്കിങ്ങിലൂടെ മാത്രമേ നമ്മൾക്ക് പറയാൻ കഴിയുന്നു 32 കോടിയോളം സിനിമ ഇന്നത്തോടെ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ നാളത്തെ പ്രീസെയിലിലൂടെ സിനിമ 35 കോടിയും കഴിഞ്ഞിരിക്കുന്നു. അതായത് തിരുവോണം നാളിലെ കളക്ഷൻ കൂടെ വരുമ്പോൾ സിനിമ 39-40 കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്നതാണ് എന്നുള്ളതാണ്. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാണ് അല്ലെങ്കിൽ ആഹ്ലാദമാണ് നമുക്ക് കാണാനുള്ളത്. നിവിൻ പോളിയുടെ ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ അഴിഞ്ഞാട്ടം തുടങ്ങി എന്നല്ല, അങ്ങനെ ആർമാദിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ഓരോ ദിവസവും ഈ സിനിമ അത്ര ഭീകരമായിട്ടുള്ള കളക്ഷനിലേക്ക് പോകുന്നു. കാരണം ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നു എന്നുള്ള കാര്യമാണ്. തുടർച്ചയായ 3-ാം ദിനവും 7 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തുന്നു. ഇന്ന് സിനിമ 8 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു. അതായത് 6-ാം ദിനം തന്നെ സിനിമ 100 കോടി ക്ലബ്ബിൽ കയറുമെന്ന് ഒരുമാതിരി എല്ലാ ട്രാക്കേഴ്സ് പോലും ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. പലർക്കും അതിന് താല്പര്യമില്ലെങ്കിൽ പോലും ഇന്ന് സിനിമയ്ക്ക്, അതായത് 4-ാം ദിനത്തിൽ 8 കോടി 26 ലക്ഷം രൂപയാണ് ഇന്ത്യ കളക്ഷനെങ്കിൽ നാളെ അത് 10 കോടിയിലേക്ക് എത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. കാരണം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ സിനിമയ്ക്ക് 8 കോടിക്ക് മുകളിലുണ്ടാകാം. ഒരു പക്ഷേ 8 കോടി 26 ലക്ഷം രൂപയൊക്കെ ആയിരിക്കാം ഇന്നത്തെ കളക്ഷനായി വരാൻ പോകുന്നത്. അങ്ങനെ സാമാന്യമായിട്ട് കർണാടകവും തമിഴ്നാടും റെസ്റ്റ് ഓഫ് ഇന്ത്യയും നോക്കിക്കഴിഞ്ഞാൽ 10 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തേണ്ടതാണ് എന്നുള്ളതാണ്. എന്തായാലും തിങ്കളാഴ്ച ഏകദേശം 15 കോടിക്ക് മുകളിൽ നേടിയ ചിത്രത്തിന് ഇന്ന് തീർച്ചയായും 15-നും 20-നും കോടിക്കും ഇടയിലാണ് എന്നുള്ളതാണ്. അതായത് 80 കോടി കഴിഞ്ഞു ഈ ഒരു ചിത്രം 4 ദിവസം കൊണ്ട്. 5-ാം ദിവസം കൊണ്ട് സിനിമ 96 കോടി കടക്കുമെന്നുള്ളതും 6-ാം ദിനം കൊണ്ട് സിനിമ 110 കോടിക്ക് മുകളിലേക്ക് എത്തും. ഉത്രാടം കലക്കി അടിച്ചിരിക്കുകയാണ് ഈ ഒരു ചിത്രം. 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 33 കോടിയോളം 6-ാം ദിനത്തെ പ്രീസെയിൽ കൂടെ കൂട്ടുമ്പോൾ 35 കോടിക്ക് മുകളിലേക്കും എത്തും. അങ്ങനെ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് മൾട്ടി സ്റ്റാർസ് ഒന്നുമില്ലാതെ ഒരു സിമ്പിളായിട്ട് വന്ന് ഒരു സിംഗിൾ മാനായിട്ട് നിന്നിട്ട് നേടുന്ന ഒരു വിജയമെന്ന് തന്നെ പറയാം. ഇവിടെ നമ്മൾ പല സിനിമകളും 100-ഉം 200-ഉം കോടിയൊക്കെ കാണുമ്പോൾ മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ തന്നെയാണ്. അതിനകത്തിലൊക്കെ ടൊവിനോ, മോഹൻലാലിൻ്റെ സിനിമകളാണെങ്കിൽ ടൊവിനോ, അങ്ങനെ പലരും ഉണ്ടാകും. ടൊവിനോയുടെ ചിത്രങ്ങളാണെങ്കിലും ഇനിയിപ്പോൾ പൃഥ്വിരാജിൻ്റെ ആണെങ്കിലും വേറെ ആരുടെ ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണാറുള്ളത്. മൾട്ടിപ്പിൾ സ്റ്റാർസിനെ അതിനകത്തിൽ കാണാറുണ്ട്. ഇവിടെ നിവിൻ പോളി ഒറ്റയ്ക്ക് നിന്ന് നേടുന്ന ഒരു കൂറ്റൻ വിജയമെന്ന് തന്നെയാണ് നമ്മൾ ഇതിനെ പറയാനുള്ളത്. ഇതുപോലെ തന്നെയായിരുന്നു സർവ്വം മായ എന്ന ചിത്രം. പ്രത്യേകിച്ച് താരങ്ങൾ വേറെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് നേടിയ 200 കോടി. ഇവിടെ വീണ്ടും ഒരു 200 കോടിയിലേക്ക് തന്നെ നമ്മൾ കണ്ണു നട്ടിരിക്കുന്നു. വരുന്ന വാരത്തിൽ സിനിമ 200 കോടിയും കടക്കുമെന്നുള്ളതിന് സംശയങ്ങൾ ഒന്നുമില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കൂടെ ഉണ്ടാവണം. കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കൂടുതൽ വീഡിയോസുമായി വരുന്നതായിരിക്കും. എന്താണേലും ഇരുമുടി എന്ന ചിത്രം ഇതേപോലെ തന്നെ തെലുങ്കിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും അങ്ങ് റെക്കോർഡ് തൂക്കുമ്പോൾ ഒരേ സമയം 2 സിനിമകൾ അമ്മാതിരി തൂക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനും കഴിയുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ഒരു കാര്യങ്ങളിലേക്കൊന്ന് നോക്കാം. ബെത്ലഹേം കുടുംബ യൂണിറ്റിന് ഏകദേശം 20 ലക്ഷം ടിക്കറ്റുകളാണ് ട്രാക്കിങ്ങിലൂടെ മാത്രം വിറ്റിരിക്കുന്നത്. 11,000-നടുത്തുള്ള 10,500-ന് മുകളിലുള്ള ഷോകളാണ് നടന്നിരിക്കുന്നത്.